ദി റിയൽ സോൾമേറ്റ്. രചന മുഹസിന അൻസീർ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. ആൾ കണ്ണുറന്നെന്റെ അരികിൽ നോക്കി. ഈ പാതിരാത്രി കിച്ചറ്റിന് എവിടെ പോയാവോ? രാത്രിയായി ഉറങ്ങണമെന്നുള്ള ബോധം എനിക്ക് വരെയുണ്ട്. റൂമിൽ വിളിച്ചുള്ളതുകൊണ്ട് അവൾ ചുറ്റും നോക്കി. അപ്പോഴാണ് തുറന്നു കിടക്കുന്ന ബാൽക്കണി വാതിൽ അവിടെ കണ്ണിൽപ്പെട്ടത്. ആൾ അവിടേക്ക് നടന്നു. ബാൽക്കണിയുള്ള ആംഗിങ് ഊഞ്ഞാലിരുന്ന് കിഷോർ കരയുകയാണ്. ഇങ്ങനെ ഇത് കൊളാക്കും. ഞാനിതൊരു കോമഡി ട്രാക്കിൽ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഇവിടെ കിടന്ന് കരയുകയാണ്. ഇങ്ങനെ കരയാൻ നിങ്ങളുടെ ഭാര്യ മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. പിന്നീട് എന്തോ ഓർത്ത പോലെ അവൾ അവിടെ തറക്കിട്ടൊരു കൊട്ടുകൊടുത്തു. അതേസമയം കിഷോർ തന്റെ കണ്ണുകൾ അമർത്തി തുടച്ചു. എന്റെ നന്ദ, നീ എവിടെയാ? എന്തിനാ എന്നെ തനിച്ചാക്കി പോയത്? ആരാ മോളെ നിന്നെ എന്നിൽ നിന്ന് അകറ്റിയത്? എനിക്ക് നിന്നെ ഒന്ന് കാണാൻ തോന്നുക പെണ്ണേ. നിറകണ്ണുകളോട് അവനത് പറയുമ്പോൾ ഒരു പ്രത്യേക സുഗന്ധമുള്ള കാറ്റ് അവിടാകെ വീശി. കിച്ചേട്ടാ? ആ വിളി കേട്ട് അവനെ ഞെട്ടി. അവൻ ഊഞ്ഞാലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ചുറ്റും പരതി. ബാൽക്കണിയുടെ റെയിലിംഗിൽ ചാരി നിൽക്കുന്ന പെണ്ണിനെ അവൻ സൂക്ഷിച്ചു നോക്കി. നന്ദ. അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. നിമിഷ നേരം കൊണ്ട് അത് മാഞ്ഞ ആശങ്കയായി മാറി. നന്ദ, നീ ഇവിടെ എങ്ങനെ? ആകെ നല്ല തമാശ. എന്നെ കാണുന്ന പറഞ്ഞ് വിളിച്ചിരുത്തിയിട്ട് ഞാനിവിടെ നിന്നാണ് ചോദിക്കുന്നത്. നന്ദ, ഞാൻ കാണുന്ന സ്വപ്നമല്ലല്ലോ, ശരിക്കും നിന്റെ അടുത്തില്ലേ? യെസ് കിച്ചേട്ടാ, യുവർ സോൾമേറ്റ് ഗൗരി നന്ദേശ്വർ ഈസ് ഹിയർ. നന്ദ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നെ തൊട്ടോട്ടെ? അതെ എന്റെ ഭർത്താവേ, ഞാനിപ്പോ ഒരു ആത്മാവാ, ദി റിയൽ സോൾമേറ്റ്. നന്ദ, നിന്നെ ആരാ പെണ്ണിൽ നിന്ന് അകറ്റിയത്? ആരായി ക്രൂരത ചെയ്ത്? അയ്യർ ഇപ്പൊ പറയും. അങ്ങനെയൊക്കെ ആത്മാവിന് വന്ന് പറയാൻ പറ്റുമെങ്കിലേ ദൃശ്യത്തിൽ വരുണിന്റെ ആത്മാവിന് വന്ന സത്യങ്ങളൊക്കെ വിളിച്ചു പറയായിരുന്നില്ലേ? വെറുതെ ദൃശ്യം 1, 2, 3 ഒന്നും പറഞ്ഞിരിക്കേണ്ടിയിരുന്നില്ലല്ലോ. നന്ദ, നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ. എന്നെ വിട്ടു പോയിട്ട് നിനക്കൊരു സങ്കടവും ഇല്ല പെണ്ണേ. സങ്കടപ്പെട്ടിട്ട് എന്തിനാ? ഒന്ന് തൊടാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ കിച്ചേട്ടനെ ഞാൻ എപ്പോഴും കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ചാൻസ് കിട്ടുമ്പോൾ വെറുതെ ആരെങ്കിലും കരഞ്ഞിരിക്കുക. എന്നാലും എൻ്റെ കിച്ചേട്ടാ, ഞാൻ പോയിട്ട് 1 വർഷമായിട്ടും എൻ്റെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ പറ്റാത്ത മോശമായി പോയി കേട്ടോ. ഇല്ല നന്ദ, ഉടനെ ഞാനത് കണ്ടുപിടിക്കും. ആണോ? എന്നാൽ കട്ട സപ്പോർട്ട്. ഞാൻ കിച്ചേട്ടൻ്റെ കൂടെ തന്നെയുണ്ട്. പിന്നെ എൻ്റെ ചെക്കനെയും തണുപ്പത്തിൽ നിൽക്കാതെ കണ്ണൊക്കെ തുടച്ച് നല്ല കുട്ടിയായിട്ട് സന്തോഷത്തോടെ കിടക്കാൻ നോക്ക്. നന്ദ, നീയില്ലാതെ നമ്മൾ ഒരുമിച്ച് കിടന്നുറങ്ങിയ ബെഡില് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ലടി. നമ്മൾ ഒരുമിച്ചുള്ള ഓരോ ഓർമ്മകളും എന്നെ പോലെ തളർത്തുന്നു. നീ കൂടെയില്ലെന്ന് അറിഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാൻ നിന്നെ കാണാനും ചേർത്ത് പിടിക്കാനും ഹൃദയം വാശി പിടിക്കുന്നു. ആ വാശി ഓരോ രാത്രിയിലും എൻ്റെ ഉറക്കം കെടുത്തുന്നു. ഇതുപോലെ നീ എൻ്റെ മുമ്പിലൊന്നും പ്രത്യക്ഷപ്പെട്ടെങ്കിലെന്ന് എത്രമാത്രം ഞാൻ കൊതിച്ചിട്ടുണ്ടെന്നറിയോ? ഇപ്പോഴെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പെണ്ണേ. നീ എന്നെ വിട്ട് എങ്ങോട്ടും പോകല്ലേടി. നീയില്ലാതെ ഈ കിഷോർ കുമാർ പൂർണ്ണാവില്ല. ഏയ് എന്താ കിച്ചേട്ടാ ഇത്? കരയില്ലേ? ഞാൻ കിച്ചേട്ടൻ്റെ കൂടെ തന്നെ ഇല്ലേ? ആവും പറഞ്ഞ് നിറഞ്ഞ ചിരിയോടെ നന്ദ കിഷോറിന്റെ ആ കാപ്പി കണ്ണുകളിലേക്ക് നോക്കി. തിളക്കം നഷ്ടപ്പെട്ട ആ കണ്ണുകൾ കാണുമ്പോൾ നന്ദയുടെ ഉള്ളം വിങ്ങുന്നുണ്ടായിരുന്നു. എന്നിട്ടും അത് പുറമേ കാട്ടാതെ മനോഹരമായി കിഷോറിനെ ഉറ്റുനോക്കി. നന്ദയുടെ ആ ചിരിയിൽ ഒരു നിമിഷം അവൻ തറഞ്ഞിന്ന് പോയി. നന്ദ കൈവീശി കാണിച്ചപ്പോൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവളോടൊപ്പം കിഷോറും മുറിയിലേക്ക് കയറി ബെഡിലേക്ക് കിടന്നു. കണ്ടിട്ടും മതി വരാത്ത പോലെ കിഷോർ നന്ദയെ നോക്കി കിടന്നു. ഇടയ്ക്കെപ്പോഴും അവന് ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഒത്തിരി നാളുകൾക്ക് ശേഷം കിഷോർ നന്നായിട്ട് ഉറങ്ങി. നന്ദ കിഷോറിനെ തന്നെ നോക്കി നിന്നു. ആളുടെ ഓർമ്മകൾ പുറകിലേക്ക് സഞ്ചരിച്ചു. കിച്ചേട്ടാ, കിച്ചേട്ടന് ഏറ്റവും ഇഷ്ടം ആരെയാ? ആരാളെ കൂർപ്പിച്ച് നോക്കി. ഈ കിച്ചേട്ടൻ്റെ മനസ്സ് നിനക്ക് നല്ലപോലെ അറിയുന്നല്ലേ? എന്നിട്ടും എന്തിനാ നന്ദ എന്നിങ്ങനെ ചോദിക്കുന്നത്? കിച്ചേട്ടൻ്റെ വായിന്ന് എന്നെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് കേൾക്കുന്നവരും മനസ്സിന് വല്ലാത്തൊരു കുളിര. അത് വീണ്ടും കേൾക്കുമ്പോഴുള്ള സുഖം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നന്ദ, എൻ്റെ മരണം വരെയല്ല, ഞാൻ മരിച്ചാലും എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ നന്ദക്കുട്ടിയെ മാത്രമാണ്. കാരണം നീ എൻ്റെ ആത്മാവിൽ അലിഞ്ഞതാണ് പെണ്ണേ. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും നമ്മൾ ആർക്കും പിരിക്കാൻ പറ്റില്ല. നന്ദയുടെ കണ്ണുകൾ ആ ഓർമ്മയിൽ നിറയുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ കിഷോർ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. ഇന്നലെ നന്ദയെ കണ്ടും സംസാരിച്ച് അവൻ ഓർത്തെടുത്തു. അപ്പോഴത് സത്യമാണോ സ്വപ്നമാണോ എന്ന ചിന്തയിലായിരുന്നു അവൻ. കിച്ചേട്ടാ? നന്ദയുടെ വിളി കേട്ട് അവൻ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. അതെ, ഇങ്ങനെ കൂടെ ഞെട്ടണ്ട. ഇന്നലെ ഞെട്ടിയ കാര്യം മറന്നുപോയോ? എൻ്റെ ചെക്കൻ വേഗം പോയി ഫ്രഷായി വന്ന് ചായ കുടിക്കും. അച്ഛമ്മ ഇതിവിടെ കൊണ്ട് വെച്ചിട്ട് കുറേ സമയമായി. വിശ്വാസം വരാത്ത പോലെ കണ്ണുകൾ കൂട്ടിത്തിരുമ്മി വീണ്ടും കിഷോർ നന്ദയെ നോക്കി നിന്നു. നന്ദയുടെ കൂർപ്പിച്ചുള്ള നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ ഫ്രഷ് ആവാൻ പോയി. നീ കിച്ചുമോന്റെ മുറി പോയിട്ട് അവനെ വിളിച്ചില്ലേടി? ഇത്രയും കഷ്ടപ്പെട്ട് നീ എന്തിനാ പിന്നെ ആ ഗോണിപ്പടി കയറിയത്? ഞാൻ അവന് ചായ എടുക്കാൻ പോയതല്ലേ മനുഷ്യ. കുറെ കാലത്തിന് ശേഷം അവനങ്ങനെ ഉറങ്ങുന്നത് കാണുന്നത്. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ മുറി ചെല്ലുന്നതിന് മുന്നേ എഴുന്നേൽക്കുന്നവനാ. സമാധാനത്തോടെ അങ്ങനെ ഉറങ്ങുന്ന കാണുമ്പോൾ എനിക്ക് വിളിക്കാൻ തോന്നിയില്ല. നിങ്ങളെപ്പോലെ ആദ്യം സമാധാനം കളയുന്ന പണിയൊന്നും ഈ കാർത്തിയായിന് എടുക്കില്ല. അതെന്താടി നീ അങ്ങനെ പറഞ്ഞ്? ഞാൻ ആരുടെ സമാധാനം കളഞ്ഞ്? ഈ നാരായണൻ അതിൻ്റെ ഒരു ആവശ്യമില്ല.
രണ്ടാളും രാവിലെ തന്നെ തുടങ്ങിയോ? കിഷോറിന്റെ ശബ്ദം കേട്ട് രണ്ടാളും അങ്ങോട്ടേക്ക് നോക്കി. ആ മോനെ എഴുന്നേറ്റോ, ഇങ്ങനെ വെറുതെ തന്നെ ഓരോന്നൊക്കെ പറയുന്ന മോനെ. നാരായണൻ മുത്തശ്ശൻ കാർത്തിയാനി മുത്തശ്ശി ഗൗരവത്തോട് നോക്കി. അത് കണ്ട് മുത്തശ്ശി മുഖം വീർപ്പിച്ച് നിന്നു. രാവിലത്തേക്കുള്ള ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു മുത്തശ്ശി. അതേ, നന്ദയുടെ പെട്ടെന്നുള്ള വിളിയിൽ കിഷോർ ചെറുതായെന്ന് ഞെട്ടിയപ്പോൾ ഇത്തവണ നന്ദയും ഞെട്ടിയിരുന്നു. ഇങ്ങനെ വെറുതെ എന്നെ കൂടി പേടിപ്പിക്കാൻ ഇവരുടെ അടിക്ക് ഇതുവരെ മാറ്റം വന്നിട്ടില്ലല്ലേ? നന്ദയുടെ ചോദ്യത്തിന് ഇല്ല എന്ന രീതിയിൽ കിഷോർ തലയാട്ടി. ഇപ്പൊ ശരിയായി തരാം എന്നും പറഞ്ഞ് നന്ദ അവർക്കരികിലേക്ക് പോയി. കിഷോർ നന്ദയെ തന്നെ വീക്ഷിച്ചുകൊണ്ട് നിന്നു. പെട്ടെന്ന് അവൾ അപ്രത്യക്ഷമായി. അതേസമയം അച്ചമ്മ കിഷോറിനെ നോക്കി കണ്ണിറുക്കി. ഒന്നും മനസ്സിലാവാതെ കിഷോർ അച്ചമ്മയെ നോക്കി നിന്നു. അപ്പോഴേക്കും കാർത്തിയായനി മുത്തശ്ശി നാണത്തോടെ നാരായണ മുത്തശ്ശന്റെ അരികിലേക്ക് പോയി. നാരായണേട്ടാ. കുറെ കാലങ്ങൾക്ക് ശേഷമുള്ള കാർത്തിയാനിയുടെ ആ പുളകം കുളിക്കുന്ന വിളി ഒരു നിമിഷം ആ വൃദ്ധ മനസ്സ് പകച്ചുപോയി. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, എന്നോട് മാപ്പാക്കണേ നാരായണേട്ടാ. അതും പറഞ്ഞ് കാർത്തിയാനി മുത്തശ്ശി നാരായണന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് അതിൽ ചുണ്ടുകൾ അമർത്തി നാണത്തോടെ ഓടി. അതിൽ കഞ്ചിത പുളകിതനായി നാരായണൻ അങ്ങനെ തന്നെ നിന്നു. ചേട്ടാ, എങ്ങനെയാണ് എന്റെ പെർഫോമൻസ്? അപ്പൊ നന്ദ നീയാണോ? നോക്ക് നോക്ക്, അങ്ങോട്ട് നോക്ക്. കാർത്തിയാനി മുത്തശ്ശി അരികിൽ ചെന്ന് നാരായണ മുത്തശ്ശൻ സ്നേഹത്തോടെ വിളിച്ചു. പെട്ടെന്നുള്ള സ്വന്തം ഭർത്താവിന്റെ സ്നേഹമുള്ള വിളിയിൽ കാർത്തിയാനി എന്ന ഭാര്യയുടെ കുഞ്ഞു പരിഭവങ്ങളെല്ലാം മാഞ്ഞു പോയിരുന്നു. നാരായണൻ ചേർത്ത് പിടിക്കുമ്പോൾ അവരൊരു പിടച്ചിലോടെ അയാളെ നോക്കി. കാർത്തു, മാപ്പു എല്ലാത്തിനും. ഇനി നമ്മൾ തമ്മിൽ വഴക്ക് വേണ്ട. ഇനിയൊരു വഴക്കിനും ഞാനും ഇല്ല. എന്നാ ഞാനും നിർത്തി എന്നും പറഞ്ഞ് പല്ലില്ലാത്ത മോണകാട്ടി നാരായണൻ ചിരിച്ചു. നോക്കി ചേട്ടാ, ഇപ്പൊ ഒരു കല്യാണരാമ വൈബില്ലേ? എല്ലാത്തിനെയും ഞാൻ തന്നെ വേണം. ജീവിച്ചിരിക്കുമ്പോൾ നന്ദ ഒരുപാട് ആഗ്രഹിച്ച ഇവിടെ ഈ പിണക്കം മാറ്റാൻ. എന്നാലും ജീവനില്ലാത്ത എനിക്കത് സാധിച്ചല്ലോ. ആ വാക്കുകൾ കേട്ടപ്പോൾ കിഷോറിന്റെ ഹൃദയം ഒന്ന് വിങ്ങി. അവൾ ജീവനോടെ ഇല്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കാത്ത അവന്റെ ഹൃദയത്തിന് ആ വാക്കുകൾ താങ്ങാൻ കഴിഞ്ഞില്ല. അവന്റെ ഓർമ്മകൾ ദൂരേക്ക് സഞ്ചരിച്ചു. സാരിയിൽ അല്ലെങ്കിൽ ചുരിദാറിൽ ചായയുമായി നാണത്തോടെ വരുന്ന പെണ്ണിനെ സങ്കല്പിച്ചിരുന്ന കിഷോറിന്റെ മുന്നിലേക്ക് ക്രോപ്പ് ടോപ്പും ജീൻസും ഇട്ട് സ്മാർട്ടായി വരുന്ന നന്ദയെ കണ്ട് കിളി പോയ പോലെ നിൽക്കുകയാണ് കിഷോർ. അവന്റെ അടുത്തായി അവന്റെ കൂട്ടുകാരൻ ജിതിനും അവരുടെ മുന്നിലായി നന്ദയുടെ അച്ഛൻ രാമകൃഷ്ണൻ എന്ന ആർക്കെയും അമ്മ ഇന്ദുമതിയും അമ്മാവൻ ദേവനും അവരുടെ ഭാര്യ സുഭദ്രയും അവരുടെ മകൾ വിനീതയും നന്ദയുടെ അച്ഛമ്മയും അച്ചാച്ചനും ഉണ്ട്. നാഗീസു, ഇങ്ങനെ നോക്കി ആണുങ്ങളെ വിലകളില്ലടാ. കിഷോറിന്റെ കൂട്ടുകാരൻ ജിതിൻ അവന് കൊട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞു. എടാ ജിത്തു, നന്ദ ഈ വേഷത്തില് നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള സാരിയെ ചുരിദാറല്ലേ? അങ്ങനെയല്ലേ വേണ്ടേ? ആ ബെസ്റ്റ്. അല്ലെങ്കിൽ വിദേശ ജനിച്ചു വന്ന കുട്ടിയെ കുറിച്ച് അങ്ങനെയൊക്കെ സങ്കല്പിച്ചെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. മീണ്ടാതെ ചായ പിടിക്കാൻ നോക്ക്. അല്ലടാ, ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവളുടെ വേഷത്തെ കുറിച്ച്. എന്താ കൂട്ടുകാർക്കൊരു സ്വകാര്യം? ഒന്നുമില്ലെങ്കിൽ. നന്ദയുടെ അച്ഛൻ്റെ ആ ചോദ്യത്തിന് രണ്ടുപേരും ഒരുപോലെ മറുപടി പറഞ്ഞു. അറിയാലോ, ഇവിടെ ഞങ്ങൾക്ക് ഒറ്റ മകളാ. എന്നെ നന്ദൂട്ടിയൊരു പാവാ. ജനിച്ചവും വളർന്നൊക്കെ അങ്ങ് വിദേശത്താണെങ്കിലും അവൾക്ക് മലയാളം നന്നായിട്ട് അറിയാം. പിന്നെ ഈ വേഷത്തിലുള്ള മോഡലൊക്കെ ഉള്ളൂ. അവൾക്കൊരു തനി നാട്ടുപുറത്തുകാരിയുടെ സ്വഭാവമാണ്. നന്ദയുടെ അച്ഛൻ്റെ വാക്കുകൾക്ക് അവളുടെ അമ്മയും തലയാട്ടി. എന്നാൽ ആ വാക്കുകളൊന്നും അടുത്ത് നിൽക്കുന്ന രണ്ട് സ്ത്രീകൾക്ക് പിടിക്കുന്നുണ്ടായിരുന്നില്ല. കിഷോറിന് ആ വാക്കുകൾ കേട്ടപ്പോൾ സന്തോഷമായി. ചെക്കൻ വിദേശത്തൊക്കെ പോയി പഠിച്ചാണെങ്കിലും ഒരു നാടൻ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനാണ് ആഗ്രഹം. അതുകൊണ്ടാണ് UK നിന്ന് ഒരുപാട് പെൺകുട്ടികൾ പ്രപ്പോസ് ചെയ്തപ്പോൾ അവൻ ഈസിയായി നോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അന്ന് അമ്പലനാളിൽ വെച്ച് സെറ്റ് സാരിയിൽ മുല്ലപ്പൂ ചൂടി നെറ്റിയിൽ ഒരു ചെറിയ ചന്ദനക്കുറിയിട്ട് പുഞ്ചിരി തൂവുന്ന ആ സുന്ദരി കൊച്ച് ഒറ്റ നോട്ടത്തിൽ അവന്റെ ഹൃദയം കവർന്ന്. ആ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ജിതിന്റെ അച്ഛന്റെ ആത്മസുഹൃത്തിന്റെ മകൾ ഗൗരി നന്ദയാണെന്ന് അറിയാൻ കഴിഞ്ഞു. പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു. ജിതിന്റെ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ അവന്റെ അമ്മ വഴി ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു. കിഷോറിന്റെ നന്മകൾ പറയുമ്പോൾ ജിതിന്റെ അമ്മ വാചാലയായി. അതിൽ നന്ദയുടെ അച്ഛനും അമ്മയും ഫ്ലാറ്റ്. ഞങ്ങളുടെ മകൾക്ക് നേരിട്ട് കണ്ട് ഇഷ്ടമാണ് എന്നൊരു ഡിമാൻഡ് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദയുടെ അച്ഛനും അമ്മയും നിർത്തി. കീച്ചുമോനെ ആർക്കണ്ടാലും ഇഷ്ടം. UK നിന്നൊക്കെ എത്ര പെൺപിള്ളേർ അവന്റെ പുറകെ നടന്നെന്നോ. അവൻ ഒറ്റ എണ്ണത്തിനെ നോക്കിയില്ലെന്നാ ജിത്തുമോ പറഞ്ഞ്. പിന്നെ അച്ഛനും അമ്മയും അച്ചാച്ചനും അച്ഛമ്മയും അടങ്ങിയ സന്തുഷ്ട കുടുംബം. പേര് കേട്ട മംഗൾത്തറവാട്ടിലെ കുട്ടിയാണ്. കീച്ചുമോന് കൺസ്ട്രക്ഷൻ കമ്പനി സ്വന്തമായിട്ടുണ്ട്. അവിടെയാണല്ലോ ജിത്തുമോനും ജോലി ചെയ്യുന്നത്. ജിതിന്റെ അമ്മ ഗീതയുടെ നീണ്ട പരിശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന ഈ പെണ്ണ് കാണൽ. കീച്ചു, ആ ക്ലീഷേഡയിൽ വന്നില്ലല്ലോ. എന്ത്? എന്നാ പിന്നെ ചെറുക്കനും പണി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതാവാം. കുടുംബത്തിലെ ഒരു അമ്മാവനാണത് പറഞ്ഞത്. ഇതാണ് ഈച്ചു ഞാൻ നേരത്തെ പറഞ്ഞ ക്ലീഷേ ചോദ്യം. ജിതിൻ കിഷോറിന്റെ ചെവിയിലായി പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് നന്ദയുടെ മാമി സുഭദ്ര കിട്ടിയ അവസരം മുതലാക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. അല്ല, വന്ന സമയം മുതലേ നിങ്ങൾ രണ്ടാളും ഒരേ സ്വകാര്യം മറിച്ചിലാണല്ലോ. ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത് കേട്ടോ. നിങ്ങൾ രണ്ടാളും തമ്മിൽ വേറെ റിലേഷൻ ഒന്നും ഇല്ലാലോ അല്ലേ? ഇപ്പോഴത്തെ കാലം അങ്ങനെയാണേ. അതിനെന്താ ഉദ്ദേശിച്ച്? അത് പിന്നെ വീട്ടുകാരുടെ കണ്ണിപ്പൊടിയുടെ ഒരുത്തി അങ്ങ് കിട്ടും. എന്നിട്ട് കൂട്ടുകാരന്റെ കൂടെയാവല്ല. പിന്നെ അവര് ഗേ ആണോ കീയാണോ എന്ന് ആരും ചോദിക്കില്ലാലോ. കിഷോറിന്റെ പേശികൾ വലിഞ്ഞു മുറുകി. ദേഷ്യം നിയന്ത്രിക്കാൻ പാടുവിട്ടു. അതുകൊണ്ട് ജിതിൻ അവന്റെ കയ്യിൽ കൈ ചേർത്തു. സുഭദ്രേ, നാക്കിനില്ലാന്ന് കരുതി എന്തു പറയാന്നാണോ?
നന്ദയുടെ അച്ഛൻ ശബ്ദം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് സുഭദ്ര വിനീതയുടെ കൈയും പിടിച്ച് മുറിയിലേക്ക് പോയി. മക്കളെ, നിങ്ങൾ ക്ഷമിക്കണം, അവൾക്ക് എന്ത് എവിടെ പറയണമെന്ന് അറിയില്ല. ആ സാധനങ്ങൾ ഞങ്ങൾ ഇറങ്ങട്ടെ. മോളോടൊന്നും സംസാരിച്ചില്ലല്ലോ. അത് പിന്നെ അവങ്ങൾ കിഷോർ അത്രയും പറഞ്ഞുകൊണ്ട് നന്ദയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവന്റെ ഒരു നോട്ടത്തിന് വേണ്ടി കാറിനടുത്തേക്ക് നടക്കുന്ന കിഷോറിനെ ഉമ്മർത്തിന്നോട് പ്രതീക്ഷയോടെ നന്ദ നോക്കി. അതേ സമയം തന്നെ കിഷോർ അവൾ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണിച്ചിമ്മി കാണിച്ചു. ആ സമയം നന്ദയുടെ മുഖം പൂനിലാവുദിച്ച പോലെ തിളങ്ങി. ജിത്തു, ഏതാണ് തള്ള? അത് നന്ദയുടെ അമ്മയുടെ സാവുതന്റെ ഭാര്യ. അവരുടെ മകനെ കൊണ്ട് നന്ദയെ കെട്ടിക്കാൻ നടക്കുകയായിരുന്നു. 1-2 തവണ ആവശ്യം പറഞ്ഞ അവിടെ വന്നിരുന്നു എന്ന് നന്ദനയുടെ അമ്മേന്റെ അമ്മയോട് പറഞ്ഞിരുന്നു. അന്ന് അമ്മ അവിടെ നിന്റെ പ്രപ്പോസലിനെ കുറിച്ച് പറയാൻ പോയപ്പോഴേക്കും ആ സ്ത്രീ എന്തൊക്കെയാ പറഞ്ഞ അമ്മയെ ചൊറിയാൻ നോക്കിയെന്ന് അമ്മ പറഞ്ഞിരുന്നു. എന്നിട്ട് നീ എന്താ ജിത്തു എന്നോട് പറയേണ്ടിരുന്നു? എന്തിന്? അവർക്കുള്ള മറുപടി അമ്മ അപ്പം തന്നെ കണക്കിന് കൊടുത്തിട്ടുണ്ട്. അതിന് പ്രതികാരമാവും ഇന്ന് ആ സ്ത്രീ എന്നോട് തീർത്ത്. അവർക്കൊന്ന് പൊട്ടിക്കാനുള്ള ദേഷ്യം എനിക്ക് വന്ന സാറാണ് നീ വിട്ടേക്ക്. നന്ദയോട് നിനക്കൊന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു. ആ കൊച്ചിൻ തിരുതി കാണും. നന്ദ സ്മാർട്ടാ, അവൾക്ക് ഈ കിച്ചേട്ടനെ മനസ്സിലാവും. കാറിന്റെ സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ടൊരു താളത്തിൽ കിഷോർ പറഞ്ഞു നിർത്തി. എന്ത്? ആരെ? ഒന്ന് സംസാരിക്കൂടി ചെയ്യാതെ. അവിടെ വരയ്ക്കെത്തിയ കാര്യങ്ങള്. അതേടാ, ഞങ്ങളുടെ ആത്മാവുകൾ തമ്മിൽ കണ്ട അന്ന് മുതൽ സംസാരിക്കാൻ തുടങ്ങിയതാ. സിംഗിളായി എനിക്കിതൊന്നും താങ്ങാൻ വയ്യേ. മോനെ കിച്ചു, എന്താടാ ഭക്ഷണം കഴിക്കാണ്ട് കുറെ നേരം അയാളിൽ കൈയിട്ട് ഇളക്കുന്നു? എന്ത് പറ്റി മോനെ? കുറെ കാലത്തിന് ശേഷം എൻ്റെ കുട്ടീൻ്റെ മുഖം ഇന്ന് കാലത്ത് ഒന്ന് തെളിഞ്ഞു കണ്ട് വീണ്ടും ദുഃഖിച്ചിരിക്കാൻ തുടങ്ങിയ നീ? ഇല്ല ചമ്മേ, ഞാൻ പഴയതൊക്കെ ഒന്ന് ഓർത്തുപോയി. ഇനി എന്തിനാക്ക് കുട്ടി ആലോചിക്കുന്നത്? അതുകൊണ്ട് പോയവർ തിരിച്ചു വരാനൊന്നും പോകുന്നില്ലല്ലോ. ആ കേട്ടപ്പോൾ അച്ചമ്മയുടെ തൊട്ടടുത്തിരുന്ന് ആര് വായി നോക്കുന്ന നന്ദയവനൊന്ന് പാളി നോക്കി. ആര് പറഞ്ഞു പോയവര് വരില്ലെന്ന മട്ടിൽ? അതോർത്തപ്പോൾ ചെക്കൻ്റെ ചുണ്ടിലെ ചിരി പിന്നി. അതുകൊണ്ട് നന്ദാവനെ നോക്കി കണ്ണു ചിമ്മി. അപ്പോൾ ചെക്കൻ്റെ ചിരി കുറച്ചുകൂടി മാറ്റുകൂടി. അതുകൊണ്ട് മുത്തശ്ശൻ മുത്തശ്ശിയെ പതുക്കെ തട്ടി കണ്ണുകൊണ്ട് ആ കാഴ്ച കാണിച്ചു കൊടുത്തു. അതേ, നമ്മുടെ കൊച്ചുപോന്റെ മാനസിക തെറ്റിയെന്നാ തോന്നുന്ന കാർത്തുവേ. മുത്തശ്ശൻ മുത്തശ്ശിയുടെ ചെവിയിലായി പറഞ്ഞു. അച്ഛമ്മ ആദിയോടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് വീണ്ടും കിഷോറിനെ തന്നെ ഉറ്റുനോക്കി. ചെക്കനാണെങ്കിൽ ഇതൊന്നും അറിയാതെ അവന്റെ ഭാര്യയുടെ ആത്മാവിനെ അസലായിട്ട് വായി നോക്കി. കണ്ണുകൾ കൊണ്ട് അവരുടെ പ്രണയം കൈമാറുകയായിരുന്നു. പെട്ടെന്നുള്ള മുത്തശ്ശന്റെ ചുമയിൽ അവനെ ഞെട്ടി. പിന്നീട് നല്ല കുട്ടിയായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കിച്ചു, എടാ അളിയാ. ഇതാരും ജിത്തുമോനോ? വാ മോനെ, ഇരിക്ക്, ഒരുമിച്ച് കഴിക്കാലോ. വേണ്ട ചുമേ, ഞാൻ കഴിച്ചിട്ട് വന്നേ. ജിതി വന്നിട്ട് പോലും അവനോടൊന്നും മിണ്ട പോലും ചെയ്യാതെ ഒരു ഭാഗത്തേക്ക് നോക്കുന്ന കിഷോറിനെ കണ്ടപ്പോൾ മുത്തശ്ശനും മുത്തശ്ശനും വീണ്ടും ആദി കയറി. അവന്റെ മാനസിക നില തെറ്റുമെന്ന് എന്നോ തോന്നിയതാണ്. അത്രമേൽ സംഘർഷങ്ങളിലൂടെയാണ് എൻ്റെ കുട്ടി കടന്നുപോയത്. എന്നാൽ ഇപ്പോൾ അത് അതിജീവിച്ചു എന്ന് തോന്നി വരുമ്പോൾ ഇപ്പൊ എന്തിനാ ഭഗവതിയെ എൻ്റെ കുട്ടി എങ്ങനെ പരീക്ഷിക്കുന്നേ? മുത്തശ്ശി കണ്ണുകൾ ഉയർത്തി മനസ്സിൽ പറഞ്ഞു. ആ സമയം കിഷോർ ജിതിൻ വന്ന സമയം മുതൽ നന്ദിയിൽ വരുന്ന മാറ്റത്തെ നോക്കിക്കാണുകയായിരുന്നു. ആദ്യം അവളിൽ ദേഷ്യവും പിന്നീട് എന്തൊക്കെയാ അവൾ ഓർത്തെടുക്കുന്ന പോലെ തോന്നി കിഷോറിന്. എന്നാൽ ജിതിൻ ഡൈനിങ് ടേബിളിൽ നിന്ന് അല്പം മാറിയുള്ള സോഫയിലിരുന്ന് കയ്യിൽ കിട്ടിയ മാസിക വായിച്ചു തൂങ്ങുന്ന തിരക്കിലായിരുന്നു. നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ തുടച്ചുകൊണ്ട് മുത്തശ്ശി പാത്രങ്ങളുമായി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. പുറകെ തന്നെ മുത്തശ്ശിനും എഴുന്നേറ്റു. വേഗത്തിൽ സ്റ്റെയറും കയറി പോകുന്ന നന്ദയെ ഒരു ഞെട്ടിലോടെ കിഷോർ നോക്കി നിന്നു. എടാ കിച്ചു, നീ ഇതുവരെ കഴിച്ചിരുന്നില്ലേ? നമ്മുടെ ഓഫീസിൽ പോകണ്ടേ? ഇന്നലെ ആ തിരുവനന്തപുരത്തുള്ള ക്ലൈന്റ് കാണാൻ വരാമെന്ന് പറഞ്ഞ്. ഞാനൊന്ന് റെഡി ആയിട്ട് വരാം, നീ ഇരിക്കുക. അതും പറഞ്ഞ് കിഷോർ സ്റ്റെയർ കയറി. കിഷോറിന്റെ മറുപടിയിൽ ഒരു അസ്വാഭാവികതയും ഇതിന് തോന്നിയില്ല. കാരണം അവന്റെ നന്ദ മരിച്ചതിൽ പിന്നെ അവന്റെ സംസാരം ഇങ്ങനെയാണ്, വളരെ ചുരുക്കിയ 1-2 വാക്കുകൾ മാത്രം. പക്ഷെ അവന്റെ മുഖത്ത് കണ്ട ഭാവവ്യത്യാസത്തിന്റെ കാരണം എത്ര ചിന്തിച്ചിട്ടും ഇതിന് മനസ്സിലായില്ല. നന്ദാ, നന്ദാ, നന്ദാ. മുകളിലെ തന്നെ മുറിയിലെത്തിയ കിഷോർ അവിടെ നന്ദയെ ചുറ്റും പരതിക്കൊണ്ട് വിളിച്ചു. പക്ഷെ അവൾ അവിടെയൊന്നും കണ്ടില്ല. വീണ്ടും തനിച്ചായതുപോലെ തോന്നിയവന് അവന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.